ഞങ്ങളെ ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലി ഡിന്നർ നൈറ്റിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചൊവ്വാഴ്ച പോവുമല്ലോ ബാംഗ്ലൂർക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവിടെ അടുത്ത കടയിലെ ആ ചേട്ടൻ ഉണ്ടല്ലോ, ഞങ്ങൾ പറയും മണിയേട്ടൻ്റെ കട പോലെയാണെന്ന് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് നമ്മളതിനെ ഡിന്നർ നൈറ്റിന് വിളിച്ചു. അപ്പോൾ അപ്പുവേട്ടൻ ഒരു 8 മണി കഴിഞ്ഞിട്ടാണല്ലോ വരിക. അപ്പോൾ ആ ടൈമിലാണ് ആ ചേട്ടൻ കട പൂട്ടുക. അപ്പോൾ ആ ചേട്ടൻ്റെ പിന്നാലെ ഞങ്ങൾ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓരോ കമ്പനീസ് ഉണ്ടല്ലോ അവിടെ, അൾട്രാടെക്കൊക്കെ, അതിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. താടിപത്രിയായിട്ടാണ് അവരുടെ വീട്. അവരുടെ വീട്ടിലെത്തി അവർ ഞങ്ങളെ വെൽക്കം ചെയ്തു, അകത്ത് കയറ്റി ഇരുത്തി. അപ്പോൾ വേദുവിനെ എന്നും കാണാനാണല്ലോ കടയിൽ എന്നും കാണും, മിഠായി വാങ്ങും, ഫുൾ ടൈം എന്നാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ മിഠായി ചോക്ലേറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർക്ക് സ്വീറ്റ്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇത് അവരുടെ മോനാണ് കേട്ടോ. അതുപോലെ ഒരു മോളും ഉണ്ട്. മോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അമ്മ വീട്ടിലാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഈ ഊഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വേദുവിന്. കുറേ നേരം ഈ ഊഞ്ഞാലിൽ അവരിന്ന് ആടി, അതുപോലെ തന്നെ ബേബി ഇരുന്ന് ആടി കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ, ഞാനും എടുത്തു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ. ഞങ്ങളിവിടെ വന്ന ശേഷം ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അപ്പുവേട്ടൻ ഞങ്ങളതിനെ നന്നായി ഹെൽപ്പ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വന്നു. പിന്നെ അവിടെ കുറേ കോഴികളുണ്ട്, അത് കണ്ടപ്പോഴും വേദനതായി. പിന്നെ അവിടെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് തരുന്നത്. നിലത്തിരുന്ന് ചമ്രം മടിഞ്ഞിരുന്നിട്ടാണ് അവർ ഫുഡ് തരുന്നത്. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പുവേട്ടനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറിയിരുന്നോളാൻ പറഞ്ഞിട്ടോ കസേരയിൽ. അപ്പോൾ പിന്നെ ഞങ്ങളിതാ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇനി തൈര് സാധൊക്കെ ആയിരിക്കും. അതൊന്നല്ല, നല്ല റൈസ്, മട്ടൻ, ചിക്കൻ, എഗ്ഗ്, അതുപോലെ സാലഡ് എല്ലാം കൂട്ടി ഞങ്ങളൊരു പിടിയൊക്കെ പിടിച്ചു കേട്ടോ. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പോവുകയെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോവുകയെന്ന് പറഞ്ഞു. ഒരു 9:45 10 മണിക്ക് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ. അവൻ വീണ്ടും ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ബായ് പറഞ്ഞ് ഇറങ്ങി.